ഗ്രീക്ക് ഭാഷ പഠിച്ചു. പാരക്ലേറ്റസ്. ഹല്ലേലൂയ. അപ്പൊ ഗ്രീക്ക് ഭാഷ പഠിച്ചു. കൊയിനോനിയ അതേത് ഭാഷയാണ്? ഗ്രീക്ക് ഭാഷ. ഹല്ലേലൂയ അതേത് ഭാഷയാണ്? ഹീബ്രു ഭാഷ. അപ്പൊ നിങ്ങൾ റൂഹാധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ പല ഭാഷകൾ പഠിക്കും. ആദ്യം ചിരിയില്ലേ, കയ്യടിയില്ലേ? പല ഭാഷകൾ പഠിക്കും. അതില് ഏറ്റവും വലിയൊരു ഭാഷയുണ്ട്, അന്യഭാഷ. അത് മനുഷ്യന് മനസ്സിലാവത്തില്ല. അത് നിന്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇറ്റ്സ് എ ഡയറക്റ്റ് പ്രയർ, പ്രാർത്ഥനയാണ്. അത് പിശാചിന് മനസ്സിലാവത്തില്ല. അത് പിശാചിന് മനസ്സിലാവത്തില്ല. അപ്പോ നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാൻ പിശാചിന് പറ്റും. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവനെ തടയാൻ പറ്റും. എന്നാൽ ഭാഷാവരത്തിൽ അല്ലെങ്കിൽ അന്യഭാഷയിൽ നീ സംസാരിച്ചാൽ പിശാചിന് ഒരു പിടുത്തവും കിട്ടത്തില്ല. അപ്പൊ അവനെ തടയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ ഭാഷാവരം കിട്ടാൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. ഭാഷാവരം, ഹല്ലേലൂയ. അന്യഭാഷകളില്, മറുഭാഷകളില് നമുക്ക് സംസാരിക്കണം. ഹല്ലേലൂയ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യുവർ ലൈഫ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. പിന്നെ കള്ളു പിടിക്കാൻ തോന്നത്തില്ല, സീറ്റ് പിടിക്കാൻ തോന്നത്തില്ല, പിന്നെ അത് ചെയ്യാൻ തോന്നത്തില്ല, ഇത് ചെയ്യാൻ തോന്നത്തില്ല. നിങ്ങൾ സുഖസുന്ദരമായി കർത്താവിന്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കും. ഒരു പ്രശ്നമില്ല. ഞാൻ ജിമ്മിനോട് ചോദ്യം ചോദിക്കട്ടെ. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ ഒറ്റ വഴിക്ക് പോവുക. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തെ 2 വഴിയായിട്ട് പിരിയുക. മനസ്സിലായോ? 2 വഴിയായിട്ട്